ശരിക്ക് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ജ്യൂസ് ആണോ കൊടുക്കുന്നത് അതോ പഞ്ചസാര ലായനിയാണോ കൊടുക്കുന്നത്? ഇതിനെ കുറിച്ചിട്ടാണ് രാഘവ് ചന്ദ എന്ന MP രാജ്യസഭയിൽ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ചത്. അപ്പൊ ശരിക്ക് പഴച്ചാർ എന്ന് പറഞ്ഞുകൊണ്ട് കമ്പനികൾ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ പഴത്തിന്റെ ചിത്രം കൊടുത്തിട്ട് പഞ്ചസാര ലായനിയാണ് കുപ്പിയിലാക്കിയിട്ട് നമുക്ക് തരുന്നത്. ഇതിനെതിരെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ നമുക്ക് എങ്ങനെ സംരക്ഷിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം പറയാനുള്ളത് ഇത് വാങ്ങി നൽകാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷെ പലപ്പോഴും നമുക്ക് യാത്രകളിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും ഒരു അവസരത്തിൽ കുട്ടികൾക്ക് ഇത് വാങ്ങി കൊടുക്കേണ്ടി വരും. അപ്പൊ ഇങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ നമ്മുടെ കുട്ടികളെ നമ്മുടെ ഒരു ശ്രദ്ധ കൊണ്ട് നമുക്ക് നമ്മുടെ കുട്ടികളെ ഇത്തരത്തിലുള്ള രോഗങ്ങളിൽ നിന്ന് ശ്രദ്ധിക്കാം എന്നുള്ളതാണ്. എവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ ആ പാക്കറ്റ് ശ്രദ്ധിക്കണം. അത് ഫ്രൂട്ട് ജ്യൂസ് ആണോ അതോ ഫ്രൂട്ട് കോൺസെൻട്രേറ്റഡ് ഡ്രിങ്ക് ആണോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഫ്രൂട്ട് ജ്യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. നമ്മളൊരു പഴത്തിന്റെ ചാറ് എടുക്കുന്നു, ആ ചാറ് ഒരു പാക്ക് ചെയ്തിട്ട് നമുക്ക് നൽകുന്നു. ഇതാണ് ഫ്രൂട്ട് ജ്യൂസ്. ഇത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ 100% ഇത് നല്ലതല്ല. പക്ഷെ ഫ്രൂട്ട് കോൺസെൻട്രേറ്റഡ് ഡ്രിങ്ക് എന്ന പേരിൽ നമ്മൾ വാങ്ങി കുടിക്കുന്നതിനേക്കാൾ ബെറ്റർ ആണ് എന്നുള്ളതാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഫ്രൂട്ട് ജ്യൂസ് ആവുമ്പോൾ അതിന് കുറച്ച് ഗുണമുണ്ട്, അതുപോലെ തന്നെ ദോഷങ്ങൾ വളരെ കുറവാണ്, പഞ്ചസാരയുടെ അളവ് വളരെ വളരെ കുറവാണ് എന്നുള്ളതാണ് ഫ്രൂട്ട് ജ്യൂസ് കൊണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ നമുക്ക് ലഭിക്കുന്ന പാക്കേജ്ഡ് ഡ്രിങ്കിങ് വാട്ടറുകളിൽ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ജ്യൂസുകളിൽ 10% ഫ്രൂട്ട് ജ്യൂസും 90% ഫ്രൂട്ട് കോൺസെൻട്രേറ്റഡ് ഡ്രിങ്കും ആണ് ഉള്ളത്. അപ്പൊ ഇത് ഏതാണ് എന്ന് നമ്മൾ വേണം, അതായത് നമ്മുടെ ഒരു ശ്രദ്ധയാണ് ഇതിൽ ഏതാണ് എന്ന് വിലയിരുത്തുന്നത്. അപ്പൊ എന്താണ് ഈ ഫ്രൂട്ട് കോൺസെൻട്രേറ്റഡ് ഡ്രിങ്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വളരെ സിമ്പിൾ ആണ്. അതായത് നമ്മൾ ഇതേ ഫ്രൂട്ടിനെ അല്ലെങ്കിൽ ഒരു പഴത്തിനെ നമ്മൾ ജ്യൂസ് ആക്കിയതിന്റെ ശേഷം അതിലെ വെള്ളം നീക്കിയിട്ട് അതിന്റെ കട്ടി കൂട്ടുക, അതാണ് കോൺസെൻട്രേറ്റ് ആക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ വെള്ളം നീക്കുന്നത് കാരണം എന്തുണ്ടാകും? അതിന്റെ രുചി, അതിന്റെ മണം, അതുപോലെ തന്നെ രുചി എന്ന് പറയുമ്പോൾ അതിന്റെ ആ ഒരു ഫ്രൂട്ടിന്റെ രുചി നഷ്ടപ്പെടും, അതിന്റെ മധുരം നഷ്ടപ്പെടും, അതുപോലെ അതിന്റെ മണം നഷ്ടപ്പെടും. അപ്പൊ ഇതെല്ലാം ആർട്ടിഫിഷ്യൽ ആയിട്ട് ചേർക്കേണ്ടി വരികയാണ്. വീണ്ടും ഇത് എന്ത് ചെയ്യുന്നു? വെള്ളം ചേർക്കുന്നു. അതായത് ഈ കോൺസെൻട്രേഷന് വെള്ളം ചേർത്തിട്ട് അധികരിക്കുകയാണ്, അത് കൂട്ടുകയാണ്. അപ്പൊ അങ്ങനെ കൂട്ടുമ്പോൾ എന്തുണ്ടാകുന്നു? അതിന് മണം ഉണ്ടാവില്ല. അപ്പൊ മണത്തിന് വേണ്ടിയിട്ടും രുചിക്ക് വേണ്ടിയിട്ടും മധുരത്തിന് വേണ്ടിയിട്ടും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഷുഗറും കാര്യങ്ങളൊക്കെ അതിൽ ചേർക്കുന്നു. എന്നിട്ട് ഇത് പാക്ക് ചെയ്തിട്ടാണ് ഈ ഇദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കണ്ടുവരുന്ന നമ്മൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ പാക്കേജ്ഡ് ആയിട്ടുള്ള പഞ്ചസാര പാനീയം നമുക്ക് ലഭിക്കുന്നത് മാർക്കറ്റിൽ. അപ്പൊ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മളിത് വാങ്ങാതിരിക്കുക, വാങ്ങി കൊടുക്കാതിരിക്കുക. പക്ഷെ ഏതെങ്കിലും സാഹചര്യത്തിൽ നമുക്കൊരു യാത്രയിൽ ഇത് കൊടുക്കേണ്ടി വന്നാൽ നമ്മുടെ ഒരു ശ്രദ്ധ അത് ഫ്രൂട്ട് കോൺസെൻട്രേറ്റഡ് ഡ്രിങ്ക് ആണോ അല്ലെങ്കിൽ ഫ്രൂട്ട് ജ്യൂസ് ആണോ എന്ന് നോക്കുക. ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് യാത്രകളിൽ കഴിയുന്നതും ഇതുപോലെ ജ്യൂസുകളോ അതല്ലാന്നുണ്ടെങ്കിൽ അതുപോലത്തെ വെള്ളങ്ങളോ ഒക്കെ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഉണ്ടാക്കി കൊണ്ടുപോവുക. അതിന് നമുക്ക് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഫ്രഷ് ജ്യൂസുകളായിട്ട് പഞ്ചസാരയൊന്നും ഇടാതെ ഫ്രഷ്